അവഹേളനവും സ്വഭാവഹത്യയുമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിച്ച് ഫേസ്ബുക്കിലും ചാനലുകളിലും മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശുമാരുമായി ആറാടുന്നവരോട് ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രചരണം തുടങ്ങിയതിന് സ്വരാജിന് നന്ദി. മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേകം അഭിനന്ദനം. മലയാളം അറിയുന്ന ഒരു സാഹിത്യകാരിയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് മീരയാണ്. എന്തുകൊണ്ട് മീര ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം രാഹുൽ മാങ്കൂട്ടം എന്നാണ്. തമാശ പറഞ്ഞതല്ല. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കൂടി ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത്. സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിൻ്റെ ചുമതലക്കാരനുമായ സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും പരാജയഭീതി കാണാമെന്നും ഈ പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ തന്നെ കുറിച്ചിരുന്നു. മത്സരിക്കാൻ സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം 20,000 കടക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. സ്വരാജ് മത്സരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിയത് എന്ന് ഊഹിക്കാം. എന്നാൽ CPM അവിടെ തന്ത്രപ്രധാനമായ നീക്കമാണ് നടത്തിയത്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന അതൃപ്തികളും മുന്നണിക്ക് പുറത്തു നിന്നുള്ള കളികളുമെല്ലാം സജീവമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വെല്ലുവിളി CPM ഏറ്റെടുക്കുമെന്ന് ആരും കരുതിയില്ല. ഇപ്പോഴിതാ രാഹുൽ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ രാഹുൽ വെല്ലുവിളിച്ച വ്യക്തി തന്നെ നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാ? CPM-ന് പറയാനൊരു പേര് പോലും ഇല്ല. CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുത്തിരുന്ന ശ്രീ സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയതോടെ മത്സരത്തിന്റെ ചിത്രം മാറിക്കഴിഞ്ഞു എന്ന് ആരും പറയും. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ CPM തുടക്കം മുതലേ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വരാജുമായി സംസാരിക്കുകയും മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആര്യാടൻ കുടുംബത്തിനോട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്കടക്കം കടുത്ത വിയോജിപ്പുണ്ട്. ലീഗ് അണികൾക്കിടയിലും ഈ അതൃപ്തി രൂക്ഷമാണ്. ഇത് മനസ്സിലാക്കിയ നിലമ്പൂരിലെ CPM നേതൃത്വം പാർട്ടി ചിഹ്നത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഷൗക്കത്തിനോട് അതൃപ്തിയുള്ള ലീഗ് വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഏകീകരിക്കാൻ കഴിവുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യതയുണ്ടെന്ന് CPM വിലയിരുത്തി. സ്വരാജ് മത്സരിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും താൽപ്പര്യമറിയിച്ചു. ഇതിനെ തുടർന്നാണ് CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സ്വരാജ് സ്ഥാനാർത്ഥിയായതിനു ശേഷം കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവിൻ്റെ അഭിപ്രായം പരിശോധിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യം ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും. ഇല്ല, രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നാറ്. അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സ്വരാജ്. ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, അഗാധമായ പരന്ന പുസ്തക വായന, അദ്ദേഹത്തിൻ്റെ അറിവുകൾ, ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനം ആണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന, ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ഞാനൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ.
UDFിന്റെ പ്രചരണം 3-ാം ദിവസത്തിലേക്ക് എത്തിയെങ്കിലും പല സ്ഥലങ്ങളിലും ലീഗ് പ്രവർത്തകർ വിട്ടുനിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തിയുള്ള ലീഗിലെ ഒരു വിഭാഗത്തിന് മുന്നിലേക്ക് സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി എത്തുമ്പോൾ തിരിച്ചടി നേരിടുമോ എന്ന ഭയം UDFിനുള്ളിലുമുണ്ട്. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്വരാജ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ സ്വന്തമാക്കിയാൽ UDFിന്റെ വിജയസാധ്യത കുറയും. PV അൻവർ കൂടി വിഘടിച്ചു നിന്നാൽ അത് കൂടുതൽ തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ബോധ്യം UDFിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ഇരിക്കുന്നിടത്തോളം കാലം അൻവർ UDFുമായി സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സഹകരിച്ചാൽ തന്നെ ആ സഹകരണം പേരിന് വേണ്ടി മാത്രമാകുമോ എന്നുള്ളതും ആര്യാടൻ ഷൗക്കത്തിന്റെ തോൽവി അൻവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി അത്താനത്തായിരുന്നു എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു തമാശക്കാരൻ മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA ആണ്. എങ്ങനെയാണ് MLA ആയത്? പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ എത്തുകയും മണ്ഡലത്തിൽ നിലനിന്ന സംഘപരിവാർ വിരുദ്ധത മൂലം ഒരുവിധം രക്ഷപ്പെട്ടു പോവുകയുമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് K. സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ്. സാധാരണ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു സീറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തമാക്കിയാൽ ആ സീറ്റ് ഒരിക്കലും മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. ഒരുപക്ഷെ ലഭിക്കുമെങ്കിൽ അത് മകനോ മകൾക്കോ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനോ അങ്ങനെയുള്ള ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ആയിരിക്കും ലഭിക്കുക. അതേ സാഹചര്യം തന്നെയായിരുന്നു പാലക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ പകരം തൻ്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി അത് ഏൽപ്പിച്ചു. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ അതും പുള്ളിക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിച്ചു. അതായത് ഷാഫി പറമ്പിൽ എവിടെയൊക്കെ ഒഴിയുകയോ രാജിവെക്കുകയോ ചെയ്യുന്നു അവിടെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ അടുത്ത ആളായി എത്തും. അങ്ങനെ ഷാഫിയുടെ കാരുണ്യം കൊണ്ട് വെള്ളം കുടിച്ചു പോകുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സ്വരാജിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അളക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വലിയ തമാശയാണെന്നാണ് നിഷ്പക്ഷരായിട്ടുള്ളവർ പോലും ഇവിടെ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ 2016-21 വർഷങ്ങളിലെ പോലെ CPM സ്വതന്ത്രനായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വാർത്തകൾ പ്രചരിക്കുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം CPM എടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF അനുകൂല മണ്ഡലത്തിൽ ചെറിയ മാർജിനിൽ തോറ്റാൽ പോലും അത് രാഷ്ട്രീയ വിജയമായിരിക്കുമെന്ന് CPM വിലയിരുത്തുകയായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും അതിന് ഏറ്റവും യോഗ്യൻ സ്വരാജ് ആണെന്നും CPM തീരുമാനിച്ചപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു വാങ്ങിയ ഉപഹാരമായി മാറുകയും ചെയ്തു.